ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് ഓഫീസിലും സ്കൂളിലും ഒക്കെ കൊണ്ടുപോകുന്ന ഒരു മുട്ടച്ചോറ് ഉണ്ടാക്കാം. എഗ് റൈസ്. പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഇതിലേക്ക് ചെറിയ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. എരിവിന് ആവശ്യമുള്ള പച്ചമുളകും സവാള ചെറുതായി നുറുക്കിയതും ചേർക്കുക. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് ഓപ്ഷണലാണ്. ക്യാപ്സിക്കം ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടി ചേർത്തൊന്ന് വഴറ്റാം. കുറച്ചു നേരം ഒന്ന് വഴറ്റാം. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എണ്ണ പച്ചക്കറിയിൽ നിന്നൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് ഇതൊന്ന് സൈഡിലേക്ക് ഒതുക്കി കുറച്ച് എണ്ണയും കൂടി ചേർത്ത് നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ടയിൽ അല്പം ഉപ്പും കൂടി ചേർക്കാം. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മുട്ട ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇനി നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മുട്ടച്ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറ് ബസുമതി അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സാധാരണ പച്ചരി പോലും ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു.